ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോ അല്ല, നമ്മുടെ വേദയുടെ വീട്ടുകാരൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആണല്ലോ. കൂടെ ദർശനും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ വേദ തിരിച്ചു വന്നതിന്റെ ആഹ്ലാദവും നമ്മുടെ അച്ഛന്റെ പിറന്നാൾ ആഘോഷമൊക്കെ ഒരുമിച്ച് ഇവർ തകർത്താടും. അപ്പൊ നമ്മുടെ വേദ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വേദ ആ ഒരു സെയിം വേദ തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവുമില്ല അച്ഛാ, ഞാനൊന്നും നിർത്തിപ്പോന്നിരിക്കുന്നതല്ല. വിക്രം തന്നെ എന്നെ വന്ന് വിളിക്കും, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛനോട് ആ ഒരു ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ വിക്രം ആ ഒരു പട്ടയത്തിന്റെ ഫയൽ ഉണ്ടല്ലോ, ആ ഒരു ഫയൽ നോക്കിയിട്ട് കാണുന്നതേ ഇല്ല. വേറെ കുറെ എന്തോ പേപ്പറുകൾ കാണുകയും കുറെ പൈസകളൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പിടി കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ വിക്രം നമ്മുടെ വേദയെ വിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ വേദയെ കാണാൻ അവിടെ ദർശൻ എത്തുന്നുണ്ട്. അപ്പൊ ദർശനോട് നമ്മുടെ വേദ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ നിന്ന് പോയ വേദ തന്നെയാണ്, വിക്രത്തിന്റെ വിളിക്കായി ഞാൻ കാത്തിരിക്കുകയാണ്, വിക്രത്തിന്റെ ഭാര്യയാണ് ഞാൻ ഇപ്പോഴും എന്നൊക്കെ നമ്മുടെ ദർശനോടും പറയുന്ന ഒരു നിമിഷങ്ങളും ഒടുവിൽ നമ്മുടെ വിക്രം വിളിക്കുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഓ, ഈ ഒരു സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ ചൂടാവുന്നുണ്ട്. എടി എടി അഭിനയിക്കല്ലേ, നിനക്ക് വല്ല ഓസ്കാർ അവാർഡും കിട്ടോടി എന്നൊക്കെ പറയുന്ന ആ ഒരു കോമഡി ആയിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഒടുവിൽ കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും നമ്മുടെ വിക്രത്തിന് ആ ഒരു പട്ടയ വിതരണ മീറ്റിംഗിൽ നമ്മുടെ വേദയെ കൊണ്ടുപോയേ പറ്റൂ. ആ ഒരു സാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.